രാവിലെ ചീരയുടെ വിളവെടുപ്പാണ്. ചീര ഇത് വ്ളാത്താങ്കര ചീരയാണ്. ഇത് കാണുന്ന വലിയ പന്തലല്ലോ, പന്തൽ കൃഷിയിൽ പയറാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ കൃത്യം ഇന്നത്തേക്ക് 24 ദിവസമായി. വള്ളികൾ പന്തൽ കയറി തുടങ്ങി, പയറിൻ്റെ വള്ളികളൊക്കെ കയറി തുടങ്ങി. അപ്പോൾ ചീര നമുക്ക് 24 ദിവസമായപ്പോൾ നമുക്ക് വിളവെടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഈ ചീരക്ക് വളമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോഴിവളവും ചാണകപ്പൊടി വേപ്പിണ്ണാക്കാണ് കൊടുത്തത്. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ജൈവവളം കൊടുത്തിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഉള്ളത് കൊണ്ടാണ് ഈ ചീര 24 ദിവസമായപ്പോൾ നമുക്ക് വിളവെടുക്കാൻ കഴിഞ്ഞത്. മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ ചീരക്ക് വലിയ ഡിമാൻഡുള്ള സമയമാണ്. ചീര അതിൻ്റെ സീസൺ അടുത്ത മാസമാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ചീരക്ക് ഇപ്പം നമ്മൾ 1 കിലോയ്ക്ക് കച്ചവടക്കാർക്ക് കൊടുക്കുന്നത് 80 രൂപയ്ക്കാണ്. അവർ 100-120 രൂപയ്ക്ക് വിൽക്കുക, അത് നമ്മുടെ പ്രശ്നമല്ല. പക്ഷേ നമുക്കിപ്പോൾ ചീരക്ക് 80 രൂപ ഹോൾസെയിൽ വില കിട്ടും. അപ്പോൾ ഈ ഒരു വരമ്പേൽ നിന്ന് തന്നെ നമുക്ക് 10-15 കിലോ ചീര കിട്ടും. 15 കിലോ ചീര കിട്ടിയാൽ ഏകദേശം 1200 രൂപയോളം ചീര നമുക്ക് ഒരു വരമ്പിൽ നിന്ന് വിൽക്കാൻ കഴിയും. നമ്മൾ ഈ 40 മീറ്റർ വരുന്ന വരമ്പിൽ നമ്മൾ 5 ചാക്ക് കോഴിവളമാണ് ഇട്ടത്. ഇവിടെ 5 ചാക്ക് കോഴിവളം എന്ന് പറയുമ്പോൾ 750 രൂപ വരും. പിന്നെ മറ്റുള്ള വളങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നോക്കിയാലും ഈ പറഞ്ഞ 1200 രൂപയായിരിക്കും വളം എല്ലാം കൂടി ചിലവ്. പണിക്കൂലിയും വളത്തിൻ്റെ കൂലിയും കൂടി ചേർന്ന് വരുന്നത് ഈ 1200 രൂപയായിരിക്കും. അപ്പോൾ നമ്മൾ ചീര പറിച്ചപ്പോൾ നമ്മുടെ പണിക്കൂലിയും അതോടൊപ്പം തന്നെ വളത്തിൻ്റെ കൂലിയും നമുക്കിപ്പോൾ ലഭിച്ചു. ഇനി അങ്ങോട്ടുള്ളതാണ് നമ്മുടെ ബോണസ്. അപ്പോൾ അത് പയർ വളർന്ന് വലുതായി പൂവിട്ട് കാവന്ന് അത് പറിച്ച് കഴിയുമ്പോൾ നമുക്ക് പയറിൻ്റെ വില കൂടി കിട്ടും. അപ്പോൾ കൃഷി ലാഭകരമാക്കണമെങ്കിൽ ഇതുപോലെയുള്ള ട്രിക്കുകൾ ഉപയോഗിക്കണം. ഇടവിളയായി പയർ നട്ടാലും വെണ്ട നട്ടാലും പാവൽ നട്ടാലും എന്ത് നട്ടാലും അതിൻ്റെ കൂടെ ഇടവിളയായി ഇതുപോലെ ചീര കൂടി നട്ടാൽ നമുക്ക് ആദ്യം തന്നെ പണിക്കൂലിയും അതോടൊപ്പം തന്നെ നമുക്ക് വളത്തിൻ്റെ കൂലിയും ലഭിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഈ ചീര പറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരുന്ന വളങ്ങളെല്ലാം കുറഞ്ഞു വരും. അപ്പോൾ പയറിന് ആവശ്യമായ വളമില്ലാതെ വരും. അപ്പോൾ നമ്മൾ അതിനാവശ്യമാകുന്ന വളങ്ങൾ ട്രിപ്പിലൂടെയോ അല്ലെങ്കിൽ പയർ നട്ടിട്ടുള്ള ഹോളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കണം. അത് യഥാർത്ഥത്തിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന വളങ്ങളെന്ന് പറഞ്ഞാൽ വേപ്പൻ പിണ്ണാക്കും ചാണകവും അണ്ടി പിണ്ണാക്കും ചേർത്തുള്ള സ്ലേറി, പുളിപ്പിച്ച സ്ലേറി ആഴ്ചയിൽ ഒരു തവണ കൊടുത്താൽ നല്ല വിളവ് ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ ചീരയുടെ വിളവെടുപ്പ് നമ്മൾ തുടങ്ങി, പയർ വള്ളികൾ വീശി തുടങ്ങി. അപ്പോൾ കൃഷിയിലേക്ക് വീണ്ടും സജീവമായിട്ടുണ്ട്. കൃഷിയെല്ലാം നന്നായിട്ട് പോകുന്നു. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞങ്ങളെ ഫോളോ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. ഒന്ന് ഫോളോ ചെയ്യണം, കൂടെ കൂടണം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.